ഗുഡ് മോർണിംഗ് എവരി വൺ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു ചെറിയൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ചെറിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പക്ഷേ വളരെ ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് അതിൻ്റെ ചർച്ച അവസാനിപ്പിച്ചിട്ട് നമുക്ക് പഠനത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന കാര്യം പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ്. സ്റ്റഡി പ്ലാൻ ഞങ്ങൾ ഏതാണ്ട് റെഡിയാക്കി കഴിഞ്ഞു. ചില മാറ്റങ്ങൾ, നേരത്തെ പറഞ്ഞതിൽ നിന്നും ചില മാറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളിൽ നിന്ന് വന്ന കുറേ അഭിപ്രായങ്ങൾ എടുത്ത് നമ്മുടെ ടീം ആലോചിച്ച് എഫിഷ്യൻ്റ് എന്ന് തോന്നുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ സ്റ്റഡി പ്ലാനിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചുരുങ്ങിയ രീതിയിൽ നമ്മൾ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യ കുറച്ച് മിനിറ്റുകളിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്നെ ഈ രീതിയിൽ കാണും. പിന്നീട് നമ്മൾ സ്റ്റഡി പ്ലാൻ ഡോക്യുമെൻറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സ്ലൈഡുകളായിരിക്കും കാണുക. നമ്മളതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റഡി പ്ലാൻ പോവുക എന്നത് ഒരു വീക്ക്ലി പ്ലാൻ കാണിച്ച് തന്നുകൊണ്ട് നമ്മൾ നിങ്ങളോട് പറഞ്ഞ് തരുന്നതായിരിക്കും. അങ്ങനെയായിരിക്കും നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം, നമ്മൾ സ്റ്റഡി പ്ലാൻ ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് 3 മാസം കൊണ്ട് നമ്മളുടെ പ്രിലിമിനറി സിലബസ് മുഴുവനായി പഠിച്ച് അവസാനിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അത് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയട്ടെ. പ്രിലിമിനറി ടോപ്പിക്കിൻ്റെ ഒപ്പം നമ്മളുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ ഇന്ന് മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ പേപ്പർ 2, സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ മെയിൻസ് എക്സാമിനേഷൻസിലെ പേപ്പർ 2 ആണ് സ്പെഷ്യൽ ടോപ്പിക് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് തന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് ക്ലാസ്സുകളാകുന്നതോട് കൂടിയിട്ട് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റേതായിട്ടുള്ള ടെസ്റ്റുകളും ചർച്ചകളും കൂടി നമ്മൾ സ്റ്റഡി പ്ലാനിനുള്ളിലേക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും. പക്ഷേ ആദ്യം പ്രിലിമിനറി കടക്കുക എന്നൊരു പ്രധാനപ്പെട്ട കടമ്പയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിലിമിനറി ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് വെച്ചിട്ടായിരിക്കും നമ്മളുടെ സ്റ്റഡി പ്ലാൻ ആദ്യം മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി ചിലർക്ക് സ്പെഷ്യൽ ടോപ്പിക് എന്തിനാണ് ഇപ്പോൾ എന്നൊരു സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് പ്രിലിമിനറി പാസ്സാവാനായിട്ടല്ല, റാങ്ക് ലിസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് വേണ്ടി മാത്രമാണ്. സോ പ്രിലിമിനറി റിസൾട്ട് വരുന്ന സമയം വരേക്കും നമ്മൾ മെയിൻസ് ഒന്നും നോക്കാതിരിക്കലല്ല നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. മെയിൻസിലെ പേപ്പർ 1 എന്ന് പറയുന്നത് പ്രിലിമിനറിയുടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ തന്നെയാണ് അതിലെ ഭൂരിഭാഗം കാര്യങ്ങളും വരുന്നത്. ചെറിയ ചില വ്യത്യാസങ്ങളെ ഉണ്ടാകുന്നുള്ളൂ. പേപ്പർ 2 എന്ന് പറയുന്നത് നമുക്ക് എല്ലാം കഴിഞ്ഞ് മെയിൻസിൻ്റെ ഡേറ്റ് വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങാൻ പറ്റില്ല. നമ്മളിപ്പോൾ തന്നെ തുടങ്ങുന്നു. കാരണം നമ്മളെല്ലാവരും പ്രിലിമിനറി പാസ്സാവാനല്ല, റാങ്ക് ലിസ്റ്റിൽ കയറുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ പഠിക്കുന്നത് എന്ന കാര്യം വ്യക്തമായിട്ട് ആലോചിക്കുക. ഇനി അതവിടെ ഇരിക്കട്ടെ. അടുത്ത കാര്യം, നമ്മൾ ആദ്യം നിങ്ങളോട് പറഞ്ഞിരുന്നു 3 മാസം, എത്ര മാസത്തിലേക്കാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളോട് അറിയിക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 3 മാസം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, പ്രിലിമിനറി വരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ ക്ലാസ്സുകൾ ആകുമ്പോൾ ആഡ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. ഈ ഒരു മൊത്തം മാസത്തെ 3 മാസത്തെ ഡോക്യുമെൻ്റ് ഒന്നിച്ച് തരുന്നില്ല എന്നാണ് നമ്മുടെ തീരുമാനം. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിൽ നിന്ന് കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു, വീക്ക്ലി സ്റ്റഡി പ്ലാനുകൾ തന്നെയല്ലേ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാനും ഹൻഷാദാണെങ്കിലും നമ്മുടെ ടീമിൽ സംസാരിച്ച സമയത്തും നമുക്കും തോന്നിയൊരു കാര്യം, അത്ര വലിയൊരു റിജിഡ് പ്ലാൻ നിങ്ങളുടെ കയ്യിലേക്ക് തന്നാൽ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് തന്നെ ആ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് പോയിട്ട് ഒരു എന്താ പറയുക, ഓക്കെ ഓൾറെഡി ലെയ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു പ്ലാൻ എന്നൊരു ഫീല് തന്നു കഴിഞ്ഞാൽ അത് പഠിത്തത്തിൻ്റെ ഒരു എന്താ പറയുക, ചാടി നിൽക്കാൻ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, പറ്റില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി അതിനുണ്ടാവില്ല. അതൊരു റിജിഡ് പ്ലാൻ ആയിട്ട് മാറും. ഇപ്പോൾ നമ്മൾ പ്ലാൻ തുടങ്ങുന്നു, ഞങ്ങൾ വളരെയധികം ആലോചിച്ച് കുറേയധികം ചർച്ച ചെയ്തിട്ടാണ് ഈ പ്ലാൻ നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. പക്ഷേ അതിലും കുറ്റങ്ങളുണ്ടാകാം, നിങ്ങളുടെ അടുത്ത് ഫീഡ്ബാക്കുകൾ വരാം. അപ്പോൾ വീക്ക്ലി പ്ലാനുകളായി നമ്മൾ ഈ 3 മാസത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. സോ ദാറ്റ് ഓരോ വീക്ക് കഴിയും തോറും നമുക്ക് ഫീഡ്ബാക്കുകൾ കിട്ടുമ്പോൾ, നമുക്ക് തന്നെ തോന്നുമ്പോൾ, ചില കാര്യങ്ങൾ കുറച്ചുകൂടി എഫക്റ്റീവായി ചെയ്യാമെന്ന് തോന്നുമ്പോൾ നമുക്കതിൽ ആവശ്യമായ ചേഞ്ചസ് വരുത്താൻ പറ്റണം. വി ഷുഡ് ബി അഡാപ്റ്റബിൾ. മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മളുടെ ഒരു എന്താ പറയുക, സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഒരു റിജിഡ് പ്ലാൻ ആയിരിക്കില്ല. അത് എന്തായിരിക്കും, ഒരു ഇവോൾവിങ് പ്ലാൻ ആയിരിക്കും എന്ന കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? ഇനി ബേസിക് ആയിട്ട് എങ്ങനെയായിരിക്കും സ്റ്റഡി പ്ലാൻ എന്നത് ഞാനൊന്ന് പറയാം. നമ്മളുടെ 7 ആഴ്ചയോളം നമ്മളുടെ സ്റ്റഡി പ്ലാൻ ഓൾറെഡി മോക്ക് സ്റ്റഡി പ്ലാനുകൾ കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞതാണ്. അപ്പോൾ എടുത്ത വിഷയങ്ങൾ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കവർ ചെയ്തത് ഒരു പഠനം എന്നുള്ളത് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന രീതി നിങ്ങൾക്ക് ഹാബിറ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിലബസ് അനുസരിച്ചുള്ള മുഴുവൻ വിഷയങ്ങളും നമ്മൾ തുടങ്ങാൻ പോകുന്ന സ്റ്റഡി പ്ലാനിൽ ഉണ്ടായിരിക്കുമെന്ന് കൂടി കൂട്ടുകാർ ആലോചിക്കുക. ഇനി അടുത്ത ചോദ്യം, എന്നാണ് സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്നത്? 6-ാം തീയതി, ജനുവരി 6-ാം തീയതി, അതായത് വരുന്ന തിങ്കളാഴ്ച മുതൽ നമ്മൾ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുകയാണ്. അതിൻ്റെ ടൈം ടേബിൾ ഇന്ന് രാത്രി, അതായത് ശനിയാഴ്ച ഈ ദിവസം 4-ാം തീയതി
രാത്രിയോടുകൂടി നിങ്ങൾക്ക് ടൈം ടേബിൾ, ആദ്യ ആഴ്ചയിലെ ടൈം ടേബിൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ നേരത്തെ നടത്തിയ സക്സസ്ഫുൾ ആണ് എന്ന് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയ വീക്ക്ലി പ്ലാനുകളായിട്ട് തന്നെ നമ്മൾ ഈ ഹോൾ പ്ലാനിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഒരു വീക്ക് നമ്മൾ പൂർത്തിയാക്കുന്നു, നെക്സ്റ്റ് വീക്കിലെ ടൈം ടേബിൾ അടുത്ത ഞായറാഴ്ച വൈകുന്നേരം വരുന്നു, ആ ആഴ്ച പിന്നെ നമ്മൾ അഗൈൻ പൂർത്തിയാക്കുന്നു, അടുത്ത ഞായറാഴ്ച വൈകുന്നേരം വരാൻ പോകുന്ന ആഴ്ചയിലെ ടൈം ടേബിൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, 3 മാസം കൊണ്ട് ഹോൾ സിലബസ് നമ്മൾ തറോലി എന്ത് ചെയ്യുന്നതായിരിക്കും, കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അതാണ് അടുത്ത പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് ഞാൻ കൃത്യമായ ഡേറ്റ് പറയുന്നില്ല, കാരണം ചില വിഷയങ്ങൾ നമ്മൾ നിങ്ങൾക്ക് തരും. നേരത്തെ പറഞ്ഞ അതേ അഡാപ്റ്റബിലിറ്റി, ഒരു ദിവസം നമുക്ക് കുറച്ചധികം ഒരാഴ്ച വിഷയങ്ങൾ വന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, അങ്ങനെ ഒരു ഫീഡ്ബാക്ക് വരികയാണെങ്കിൽ, നമുക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇടയ്ക്കൊരു ഗ്യാപ്പ് തരും. അതുപോലെ തന്നെ ചിലപ്പോൾ വിശേഷപ്പെട്ട ചില ദിവസങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. എന്തെങ്കിലും കാരണവശാൽ ഒരു ഗ്യാപ്പ് എടുക്കേണ്ടതായിട്ട് നിങ്ങൾക്കോ നമുക്കോ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് കൃത്യമായിട്ട് അക്കോമഡേറ്റ് ചെയ്ത് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ഡേറ്റ് പറയുന്നില്ല. ഉദ്ദേശം എന്ന് പറയുന്നത് ജനുവരി 6-ാം തീയതി തുടങ്ങി ഏപ്രിൽ 6-ാം തീയതിക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യുക എന്നതാണ്. പക്ഷേ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ അപ്പുറത്തേക്ക് പോയേക്കാം. വി വിൽ സീ അബൌട്ട് ദാറ്റ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും വേണ്ട. നമ്മൾ ഏപ്രിലിൽ ഇത് അവസാനിപ്പിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയ് മുതൽ ജൂലൈ വരെയുള്ള സമയത്തിനുള്ളിലാണ് പ്രിലിമിനറി എക്സാം വരാനുള്ള സാധ്യത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു റിവിഷൻ നടത്തി നമുക്ക് വേണമെങ്കിൽ ഒരു റിവിഷന് കൂടിയുള്ള സമയം നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ മനസ്സിൽ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ദർ വിൽ ബി എ റിവിഷൻ. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ടെസ്റ്റുകൾ എഴുതുന്നുണ്ട്, റിവിഷൻ നടത്തുന്നുണ്ട്, മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റ് നടത്തുന്നുണ്ട്, അങ്ങനെ പലതും നടത്തുന്നുണ്ട്. സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, എത്രത്തോളം റിവിഷൻ നടത്തുന്നു അത്രത്തോളം നമ്മൾ എന്തായിരിക്കും, തറോ ആയിരിക്കും. പിന്നെ ഈ പ്രിലിമിനറി സിലബസ് തന്നെയാണ് പേപ്പർ 1 ആയിട്ട് വീണ്ടും വരുന്നത്. സോ ഇതിൽ മാസ്റ്റർ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ മെയിൻസിലേക്കുള്ള ഒരു പകുതി 50% എഗെയിൻ ഒന്നുകൂടി എന്ത് ചെയ്യുകയാണ്, മാസ്റ്റർ ആവുക എന്നതാണ് അതിൽ അർത്ഥം വരുന്നത്. അതുകൂടി ആലോചിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കടക്കാൻ പോവുകയാണ്. നമ്മൾ സ്റ്റഡി പ്ലാനിൻ്റെ PDF-ലേക്ക്, അതായത് ഡോക്യുമെൻറ്റിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ഓരോരോ പോയിൻറ്റും എങ്ങനെയാണ് നമ്മൾ സ്റ്റഡി പ്ലാനിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും ഫസ്റ്റ് വീക്ക് സ്റ്റഡി പ്ലാൻ എന്താണ് ആ ഫസ്റ്റ് വീക്ക് സ്റ്റഡി പ്ലാൻ കാണിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, അത് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റഡി പ്ലാനിൻ്റെ മോഡലിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റഡി പ്ലാൻ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 2025 സ്റ്റഡി പ്ലാനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കടക്കാനായിട്ട് പോകുന്നത്. പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുകാരെ ശ്രദ്ധിക്കുക. ഓക്കെ, നോക്കൂ, നിങ്ങൾ ഓർക്കേണ്ട സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 3 മാസമാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണക്കാക്കിയിട്ടുള്ള സമയം എന്ന് പറയുന്നത്. സോ കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ് നമ്മൾ 3 മാസം കൊണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏത് ഭാഗത്തായിരിക്കും, നമ്മളുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് പ്രിലിമിനറിയിലായിരിക്കും കോൺസെൻട്രേഷൻ. പ്രിലിമിനറിയുടെ സിലബസ് തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് വിത്ത് ടെസ്റ്റ് ആൻഡ് റിവിഷൻസ് ആൻഡ് റിവിഷൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അതിനിടയിലേക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും ആസ് സ്പെഷ്യൽ ടോപ്പിക്സ് ഗെറ്റ്സ് കംപ്ലീറ്റഡ്. ഓക്കെ ആണല്ലോ. സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് മുതലാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇനി 3 മാസം കൊണ്ട്, അപ്പോൾ ടൈം ലൈൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ 3 മാസത്തിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, വീക്ക്ലി ഡിവിഷനുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റുകയാണ്. വീക്ക്ലി പീസുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാരണം ഫ്ലെക്സിബിലിറ്റി തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി, ഞങ്ങളുടെ പ്ലാനിൽ ഫ്ലെക്സിബിലിറ്റി വീക്ക്ലി ഡിവിഷൻ തന്നെയായിരിക്കും. കാരണം റിജിഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഒട്ടും എന്തായിരിക്കില്ല, ഒരു അഭിലഷണീയമായ കാര്യമാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് നമ്മൾ തീരുമാനിച്ചത്. നിങ്ങൾക്കും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വീക്ക്ലി ആയിട്ടുള്ള, അപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രെത്തിങ് സ്പേസ് കിട്ടും. ഒരു വീക്ക് കഴിയുന്നു, നെക്സ്റ്റ് വീക്ക്, അല്ലാണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് 3 മാസത്തെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഫ്രഷായി നമുക്ക് ഓരോ ആഴ്ചയും നമുക്ക് പഠനം തുടങ്ങാം, പഠനം തുടരാം, പഠനം അവസാനിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ വീക്ക്ലി ഡിവിഷനുകളായിട്ട് ഈ 3 മാസങ്ങളെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനി എന്താണ് മോഡൽ? അതായത് നമുക്ക് സൺഡേ ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഞങ്ങൾ ടൈം ടേബിൾ തരും. മനസ്സിലാവുന്നുണ്ടോ? ഈ ട്യൂസ്ഡേ തേഴ്സ്ഡേ ടെസ്റ്റുകൾ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞുതരാം. നോക്കൂ, ഈ ആഴ്ചത്തെ ആദ്യ ആഴ്ചത്തെ വീക്ക് 1 ടൈം ടേബിളാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഉള്ളത്. 6-ാം തീയതി ആരംഭിച്ച് 12-ാം തീയതി വരെയുള്ള ആദ്യ ആഴ്ചത്തെ ടൈം ടേബിളാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. നോക്കൂ, ഇതായിരിക്കും മോഡൽ.
ആദ്യ ആഴ്ച ആയതുകൊണ്ട് ഒരു വാമപ്പ് ടൈം ടേബിളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ആദ്യത്തെ ആഴ്ച തന്നെ ഒരു സ്റ്റഡി പ്ലാനിൽ കുറേ ആളുകൾ പുതിയതായിട്ട് വന്ന് കയറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സ്റ്റഡി പ്ലാനിൻ്റെ വിവരങ്ങൾ കേട്ടിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്ന ആളുകൾ പെട്ടെന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് കുറേയധികം ടോപ്പിക്കുകൾ കയറ്റി വെച്ചിട്ടില്ല. ഹിസ്റ്ററിയാണ് ജനറലായിട്ട് ഹിസ്റ്ററി ടോപ്പിക്ക് മാത്രമാണ് നമ്മൾ ഈ ആഴ്ച ഇട്ടിട്ടുള്ളത്. ഇനി പോകെ ഇങ്ങനെ ആയിരിക്കില്ല. കൂടുതൽ കാര്യങ്ങൾ മൾട്ടിപ്പിൾ ടോപ്പിക്സ് മിക്സ് ആയിക്കൊണ്ടുള്ള ആഴ്ചകളായിരിക്കും ഇനി വരാൻ പോകുന്നതെന്ന് പ്രത്യേകം ആലോചിക്കുക. ഒപ്പം തന്നെ ഈ ആഴ്ചത്തെ സ്റ്റഡി പ്ലാനൊക്കെ കഴിയുന്ന സമയത്ത് കുറേ പേര് വന്ന് കയറും എന്തായാലും. അപ്പോൾ അവർക്കും കൂടി ഒരു ബ്രീത്തിങ് ഗ്യാപ്പ് കൊടുക്കുക എന്ന രീതിയിലാണ് നമ്മൾ ഒരു ചുരുങ്ങിയ രീതിയിലൊരു പ്ലാനായിട്ട് ആദ്യത്തെ ആഴ്ച നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ കുറവല്ല, പഠിക്കാൻ കുറവാണെന്ന് വിചാരിക്കേണ്ട. കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാനുള്ള ഭാഗങ്ങൾ ഇതിൽ ഉണ്ട് ഇനിയും. അപ്പോൾ ആദ്യത്തെ ആഴ്ച 6-ാം തീയതി എന്ത് ചെയ്യുന്നു? മൺഡേ ആണ് അല്ലേ? മൺഡേ ആയിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും? ടൈം ടേബിൾ കിട്ടും. ഇനിയുള്ള ആഴ്ച സൺഡേ ആയിരിക്കും നമ്മൾ ടൈം ടേബിൾ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. അപ്പോൾ മൺഡേ എന്ത് ചെയ്യുന്നു? ആദ്യ ദിവസം കേരള ഹിസ്റ്ററിയിൽ അറൈവൽ ഓഫ് ദ യൂറോപ്യൻസ് അല്ലേ, പോർച്ചുഗീസുകാർ. അതിൽ തന്നെ പോർച്ചുഗീസുകാരുമായി നമ്മൾ സാമൂതിരിയെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അല്ലേ. സാമൂതിരിയുമായി ബന്ധപ്പെട്ട കോഴിക്കോട്ടിനായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. ഡച്ചുകാരുടെ വരവ്, ഡച്ചുകാരും ട്രാവൻകൂർ രാജാക്കന്മാരും തമ്മിൽ നടന്നിട്ടുള്ള പോരാട്ടങ്ങൾ, ഫ്രഞ്ചുകാരുടെ വരവ്, ഇവയെല്ലാം അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും അല്ലേ. അപ്പോൾ ബ്രിട്ടീഷുകാർ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വ്യക്തമായിട്ട് വേറൊരു ദിവസം പഠിക്കുന്നുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. പിന്നെ ട്യൂസ്ഡേ വരികയാണ്. ട്യൂസ്ഡേ 7-ാം തീയതി ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മെഡീവൽ ഇന്ത്യയിലെ സുൽത്താനേത്ത് റൂളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സുൽത്താൻ ഭരണം അല്ലേ. അതായത് അതിന് തൊട്ടും സുൽത്താൻമാർ മാത്രമായിരിക്കും അവിടെ ഭരിക്കേണ്ടത് അല്ല. സുൽത്താൻ ഭരണത്തിൽ അവർ പ്രത്യേകം സിലബസിൽ പറയുന്നുണ്ട് അഡ്മിനിസ്ട്രേഷൻ, ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ടാക്സേഷൻ്റെ ചില പേരുകളായിരിക്കാം, ചില പുതിയ സിസ്റ്റങ്ങളായിരിക്കാം. ഇപ്പോൾ കുതിരയ്ക്കും മറ്റും ധാഗ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള രാജാക്കന്മാർ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ധാരാളമായിട്ട് അല്ലേ. അലാവുദ്ദീൻ ഖിൽജി തുടങ്ങിയിട്ടുള്ള കമ്പോള പരിഷ്കരണങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ സുൽത്താനേത്ത് റൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണപരമായ കാര്യങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് പരമായ കാര്യങ്ങൾ, റൂളേഴ്സ്, കിങ്സ് അല്ലെങ്കിൽ സുൽത്താൻമാർ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി മൺഡേയും ട്യൂസ്ഡേയും കഴിയുമ്പോൾ ഈ ട്യൂസ്ഡേ ദിവസം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, ഒരു ട്യൂസ്ഡേ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ട്യൂസ്ഡേ ടെസ്റ്റ് ഈ 2 ദിവസത്തെ കാര്യങ്ങൾ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 10-15 ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? നമ്മളുടെ അക്കാഡമിക്സ് മെയിൻ ഗ്രൂപ്പിൽ നമ്മൾ തരുന്നതായിരിക്കും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നിങ്ങൾക്ക് അവിടെ ഈ ചോദ്യങ്ങളൊന്ന് ഇതിലൂടെ കടന്നു പോയിട്ട് നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊന്ന് പഠിച്ചത് കൃത്യമായിട്ട് ഓർമ്മയിലേന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി അതിനുശേഷം ബുധനാഴ്ചയിലേക്ക് പോകുന്നു. സെയിം കാര്യമാണ്. അന്ന് വേൾഡ് ഹിസ്റ്ററിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ടാണ് നമ്മളന്ന് അവിടെ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അന്ന് കേരള ഹിസ്റ്ററിയിലെ ബ്രിട്ടീഷുകാർ, നമ്മൾ യൂറോപ്യന്മാരുടെ വരവിൽ ബ്രിട്ടീഷുകാരെ മാത്രം വിട്ടിരുന്നു അല്ലേ. ബ്രിട്ടീഷുകാരുടെ വരവ്, പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുണ്ടായ ഇമ്പോർട്ടൻ്റ് അപ്രൈസിങ്സ്, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പല രീതിയിലുള്ള ആറ്റിങ്ങൽ കലാപമാണെന്നുണ്ടെങ്കിലും, അഞ്ചുതെങ്ങ് കലാപമാണെന്നുണ്ടെങ്കിലും, പഴശ്ശിയുടെ വിപ്ലവമാണ് എന്നുണ്ടെങ്കിലും, വേലുത്തമ്പി ദളവയുടെ വിപ്ലവമാണ് എന്നുണ്ടെങ്കിലും, ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള അപ്രൈസിങ്ങുകൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കാനായിട്ട് ബുധനാഴ്ച നമ്മൾ ഉപയോഗിക്കുകയാണ്. അതിനുശേഷം നമ്മൾ തേഴ്സ്ഡേയിലേക്ക് പോകുന്നു. അന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മെഡീവൽ ഇന്ത്യയിലെ സുൽത്താൻ ഭരണം കഴിഞ്ഞിട്ടുള്ള മുഗൾ റൂളും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിക്കുന്നു. ഈ ബുധനും വ്യാഴവും ആകുമ്പോൾ ആ 2 ദിവസത്തെ ചേർത്തിട്ട് ഒരു തേഴ്സ്ഡേ ടെസ്റ്റ്, ആ 2 ദിവസത്തെ കാര്യങ്ങൾ ബ്രഷപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുകയാണ്. പിന്നെ ഫ്രൈഡേ 10-ാം തീയതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ യൂറോപ്യന്മാരുടെ ഒന്നാകെയുള്ള കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അതിനോടൊപ്പം വേൾഡ് ഹിസ്റ്ററിയിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ അന്നത്തെ ദിവസത്തിൽ പഠിക്കാനായിട്ട് തരികയാണ്. അപ്പോൾ 5 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 5 ദിവസത്തെ ടോപ്പിക്കുകൾ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. 2 ചെറിയ ടെസ്റ്റുകളും കഴിഞ്ഞു. ഇതിനുശേഷം സാറ്റർഡേ എന്ത് ചെയ്യുന്നതായിരിക്കും? 25 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു സാറ്റർഡേ ടെസ്റ്റ് നമ്മൾ നടത്തുന്നതായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? ഈ ടെസ്റ്റ് കൃത്യമായ ഒരു PSC മോഡലിലുള്ളൊരു ടെസ്റ്റ് തന്നെ ആയിരിക്കും. അതായത് എക്സ്പ്ലനേഷൻസ് ഉൾപ്പെടെയുള്ള PDF നമ്മുടെ കോഴ്സ് എടുത്ത ആളുകൾക്ക് എന്ത് ചെയ്യും? നമ്മൾ അവൈലബിൾ ആക്കും. അതിനുശേഷം സൺഡേ ദിവസം തൊട്ടടുത്ത ദിവസം സാറ്റർഡേ ടെസ്റ്റ് കഴിഞ്ഞ് സൺഡേ ഡിസ്കഷൻ. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് ഹോൾ സ്റ്റഡി പ്ലാൻ. ഒരു വീക്ക്ലി പ്ലാനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയുന്നൊരു ഭാഗം ഈ സൺഡേ ഡിസ്കഷൻ വീഡിയോ ആണ്. കാരണം ഇവയെല്ലാം കഴിഞ്ഞ് ഈ സാറ്റർഡേ ടെസ്റ്റ് നമ്മൾ ഇതിൽ ഓരോ ഭാഗങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 25 ചോദ്യങ്ങളിലൂടെ കവർ ചെയ്ത് ആ ടെസ്റ്റിൻ്റെ ഡിസ്കഷൻ കേൾക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ അപ്രോച്ചുകൾ ശരിയാണോ, നിങ്ങൾ പരീക്ഷയ്ക്ക് കൊടുത്ത ചോദ്യങ്ങൾ നിങ്ങൾ ശരിയായ ആറ്റിറ്റ്യൂഡിലാണോ കണ്ടിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ നടത്തേണ്ട എലിമിനേഷൻ ടെക്നിക്കുകൾ എവിടെയെങ്കിലും നിങ്ങൾ നടത്താൻ പറ്റുമായിരുന്നിട്ട് നിങ്ങളത് കാണാതെ പോയിട്ടുണ്ടായിരുന്നോ, ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചിലത്, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കുറച്ചധികം, അങ്ങനെ മിക്സ്ഡ് അപ്പ് ആക്കിയിട്ടുള്ളൊരു ടെസ്റ്റിൻ്റെ കംപ്ലീറ്റ് ഡിസ്കഷൻ വീഡിയോ ആയിരിക്കും
സൺഡേ ദിവസം നടത്തുക. ഈ സാറ്റർഡേ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, സാറ്റർഡേ ടെസ്റ്റ്, അത് ട്യൂസ്ഡേ തേഴ്സ്ഡേ ടെസ്റ്റുകൾ കഴിഞ്ഞാൽ സാറ്റർഡേ ടെസ്റ്റുകൾ 25 ചോദ്യത്തിൻ്റെ ഈ ചോദ്യം എന്ന് പറയുന്നത് അത് ആപ്പ് വഴിക്ക് നമ്മളുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്കായിരിക്കും ഈ ഒരു ടെസ്റ്റ് എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ഒരു ടെസ്റ്റായിട്ട് എഴുതാനായിട്ട് പറ്റുന്നത്, സമയം വെച്ചിട്ടുള്ള ടെസ്റ്റായിട്ട് എഴുതാൻ പറ്റുന്നത് ആപ്പ് വഴിക്ക് കോഴ്സ് എടുത്ത ആളുകൾക്കായിരിക്കും. പക്ഷേ ഈ ഹോൾ വീക്ക്ലി പ്ലാനുകളാകട്ടെ, അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിടുന്ന മെറ്റീരിയലുകളാകട്ടെ, ട്യൂസ്ഡേ തേഴ്സ്ഡേ ടെസ്റ്റ് ആകട്ടെ, ഏറ്റവും പ്രധാനമായിട്ട് ഈ സൺഡേ ഡിസ്കഷൻ വീഡിയോ, എക്സാമിനെ സംബന്ധിക്കുന്ന മുഴുവനായിട്ടുള്ള ഡിസ്കഷൻ്റെ വീഡിയോയുമാകട്ടെ, അത് ഇറ്റ് ഈസ് ഓപ്പൺ ടു എവ്രിബഡി. എല്ലാ ആളുകൾക്കും അത് ഓപ്പൺ ആയിരിക്കും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ടും അവർക്ക് 3 മാസം കൊണ്ട് അത് പൂർത്തിയാക്കാനുള്ള ടൈം ടേബിൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് തന്നെ എല്ലാവർക്കും ആ ഗ്രൂപ്പിൽ അക്കാഡമിക്സ് PSC എന്ന് പറയുന്ന ഗ്രൂപ്പിലൂടെ നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ലൈവ് റിവിഷനുകളാണ് അടുത്ത ഭാഗം. ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മളുടെ ഈ സിലബസുകൾ, ഇപ്പോൾ നമ്മൾ ഈ തന്ന സിലബസുകളെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നത് അക്കാഡമിക്സിൽ നമ്മൾ കൊടുക്കുന്ന കോഴ്സ് അനുസരിച്ചാണ് ഫോളോ ചെയ്യുന്നത്. ഞാനിവിടെ ക്ലാസ് നമ്പറുകൾ ഇട്ടില്ല എന്നുള്ളൂ. ഇപ്പോൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററിയിൽ ഒരു സർട്ടൻ ക്ലാസ് നമ്പർ 5 എന്നോ 6 എന്നൊരു ക്ലാസ് നമ്പർ ഉണ്ട്. അതിലായിരിക്കും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ടാവുക. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ കാരണം കേരള ഹിസ്റ്ററി നമ്മൾ തുടങ്ങുന്നത് PSC തന്നിട്ടുള്ള അതേ ആ ഒരു ഓർഡറിലല്ല. നമ്മൾ ആദ്യം തന്നെ പ്രധാനപ്പെട്ട ചരിത്ര രേഖകളിൽ നിന്ന് തുടങ്ങി പിന്നീട് ചരിത്രത്തിൽ കേരളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള യാത്രക്കാരിലൂടെ വന്ന് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ശിലാലിഖിതങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് അങ്ങനെയാണ് നമ്മൾ വരുന്നത്. എന്നിട്ടാണ് നമ്മൾ അറൈവൽ ഓഫ് ദി യൂറോപ്യൻസിലേക്ക് എത്തുന്നത്. നമ്മൾ അക്കാഡമിക്സ് PSCയിൽ അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ച കേരള ഹിസ്റ്ററി. ഞാനാണ് എടുക്കേണ്ടായിരുന്നത്. എനിക്ക് അതാണ് നല്ലൊരു ഓർഡറായി തോന്നിയപ്പോൾ ഓർത്ത് വെക്കാൻ എളുപ്പം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത്. നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാം. അതുകൊണ്ടാണ് ഞാനിവിടെ അക്കാഡമിക്സിലെ ക്ലാസ് നമ്പർ ഇങ്ങനെ ഇപ്പോൾ തുടക്കത്തിൽ ചേർക്കാതിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരണ്ട എന്ന് വെച്ച് ചേർക്കാതിരുന്നതാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ കോഴ്സ് എടുത്ത ആളുകൾക്ക് ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ അക്കാഡമിക്സിലെ ക്ലാസ്സുകൾ ഇന്നത് എന്ന് ചിലപ്പോൾ നമ്മൾ ചേർത്ത് തുടങ്ങുന്നതായിരിക്കും. അത് ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യേണ്ടത് ആവശ്യമില്ല, കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് ഞാൻ തുറന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, ഈ രീതിയിൽ നമ്മൾ ഒരു വീക്ക്ലി പ്ലാൻ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, കൾമിനേറ്റ് ചെയ്യും. ഓർക്കുക, സൺഡേ ഡിസ്കഷൻ വീഡിയോ കാണാതെ ബാക്കി മുഴുവൻ കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു എന്താവുന്നില്ല, പൂർത്തിയാകുന്നില്ല. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഡിസ്കഷൻ നിങ്ങൾ കാണുകയോ ഡിസ്കഷൻ വായിച്ച് മനസ്സിലാക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ തെറ്റുകൾ തിരുത്തപ്പെടുന്നുള്ളൂ. അപ്പോൾ മാത്രമേ അടുത്തൊരു ടെസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ അതേ തെറ്റ് എന്ത് ചെയ്യുന്നുള്ളൂ, ആവർത്തിക്കാതിരിക്കുന്നുള്ളൂ. പ്രത്യേകം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ആദ്യത്തെ ഒരാഴ്ച ഈ ആഴ്ച പോട്ടെ, അടുത്ത ആഴ്ച പോട്ടെ എന്ന് തീരുമാനിച്ചൊരിക്കലും ഇരിക്കരുത്. കാരണം ഈ നമ്മളുടെ മോക്ക് വീക്ക്ലി പ്ലാനുകൾ, ഈ നമ്മളുടെ പ്രധാനപ്പെട്ട സ്റ്റഡി പ്ലാന് മുന്നേ മോക്ക് വീക്ക്ലി പ്ലാനുകൾ നമ്മൾ നടത്തിയിരുന്നു. തുടക്കത്തിലൊന്നും ആദ്യം ചേരാതിരുന്ന ആളുകൾ ഒരു 3 ആഴ്ച 4 ആഴ്ച ആയപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതായത് നമ്മൾ ഇത്രയധികം ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ഇത്രയധികം വിഷയങ്ങൾ നമ്മൾ ഇതാ ഇപ്പോൾ 4 ആഴ്ച കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. അതിട്ടതിന് ശേഷം പിന്നീട് മെസ്സേജുകൾ വരാൻ തുടങ്ങി. അയ്യോ സാർ, ഇനി ചേരാൻ പറ്റുമോ, ഇനി ഞങ്ങൾക്ക് മോക്ക് ടെസ്റ്റിലേക്ക് വരാൻ പറ്റുമോ, ഇനി ഞങ്ങൾ ചേർന്നിട്ട് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു രീതിക്ക് നിൽക്കരുത്. കാരണം ഓരോ ആഴ്ചയും നമ്മൾ അത്രയധികം സിലബസ് കവർ ചെയ്ത് പോകുമ്പോൾ അത്രയും കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. നിങ്ങൾ സമയം വൈകിക്കരുത്. സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുകയാണ്, വളരെ നല്ല രീതിയിൽ ഇനി മുന്നോട്ടേക്ക് പോകാനായിട്ട് പോവുകയാണ്. അടുത്ത പോയിൻ്റ് ലൈവ് റിവിഷനുകളാണ്. നമ്മളുടെ ഈ ഒരു സ്റ്റഡി പ്ലാൻ ഏതാണ്ട് ഇപ്പോൾ നമ്മളുടെ ആദ്യത്തെ മെയിൻ ചാനൽ നമ്മളുടെ അക്കാഡമിക്സ് ആയിരുന്നു അല്ലേ. അക്കാഡമിക്സ് PSC എന്ന രീതിയിൽ നമ്മളുടെ ഫാക്കൽറ്റീസ് തന്നെയായിട്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് തന്നെ PSC എന്ന രീതിയിലുള്ള എക്സാമുകൾ ഒരു സെപ്പറേറ്റ് എക്സാമാണ്. അതിൻ്റെ രീതി വേറെയാണ്. നമ്മൾ അങ്ങനെ തന്നെ അപ്രോച്ച് ചെയ്യണമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അക്കാഡമിക്സ് PSC എന്ന് പറയുന്ന ചാനൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ തുടങ്ങിയത്. ഇപ്പോൾ അവിടെ നമ്മൾ ഇതേപോലെ സ്റ്റഡി പ്ലാൻ നടത്തുന്നുണ്ട്. ഇവിടുത്തെ ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് പക്ഷേ PSCക്ക് വേണ്ടി ടൈലേർഡ് ആണെന്ന് മനസ്സിലാക്കുക. അവിടെ നടത്തുന്ന ഒരു കാര്യം നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുള്ളത് അവിടെ എഫക്റ്റീവായി നമുക്ക് മനസ്സിലായിട്ടുള്ള ലൈവ് റിവിഷനുകളാണ്. ഒരു സെർട്ടേൺ എമൗണ്ട് ഓഫ്, ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹോൾ സിലബസ് എന്ന് വിചാരിക്കും, അതിൻ്റെ സെർട്ടേൺ എമൗണ്ട് കാര്യങ്ങൾ നമ്മൾ എല്ലാ വിഷയങ്ങളിലേക്കും സ്റ്റഡി പ്ലാനിലൂടെ കവർ ചെയ്തെത്തിയാൽ ദെൻ വി വിൽ സ്റ്റാർട്ട് ലൈവ് റിവിഷൻസ്. ലൈവായിട്ട് നമ്മളുടെ ഫാക്കൽറ്റീസ്, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. 1 മണിക്കൂർ നീളുന്ന ഒരു ലൈവ് സെഷൻ ഉണ്ടാവും. ഇപ്പോൾ അതിൽ ചിലപ്പോൾ അറൈവൽ ഓഫ് ദ യൂറോപ്യൻസ് എന്നതായിരിക്കും നമ്മളുടെ അന്നത്തെ വിഷയം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചോദ്യങ്ങൾ PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ആൻസറുകൾ ലൈവായിട്ട് നമുക്ക് പറയാം. എക്സ്ട്രാ പോയിന്റുകൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ വളരെ നിങ്ങൾക്ക് ആ ഭാഗം ഓൾറെഡി ഈ നടത്തിയിരിക്കുന്ന ടെസ്റ്റുകൾക്ക് എല്ലാത്തിനും പുറമേ ഡയറക്റ്റ് ഇൻട്രാക്ഷനിലൂടെ തീർത്തു തരുന്ന ലൈവ് റിവിഷനുകൾ നമ്മൾ നടത്തും. അപ്പോൾ ഈ ലൈവ് റിവിഷനുകൾ നിങ്ങൾക്ക് എഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ അക്കാഡമിക്സിൻ്റെ SSC RRB ഉള്ള ആദ്യത്തെ മെയിൻ ചാനലിൽ പോയി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുത്തെ ലൈവുകൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് രാവിലെ ഞാനൊരു ലൈവ് എടുത്തിട്ട് വന്നതായിരുന്നു. അവിടെ കുട്ടികൾ എത്ര
കിടിലനായിട്ടാണ് ആൻസർ പറഞ്ഞ് തിരിച്ചു തരുന്നത് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റും. അതിന് കാരണം എന്ന് പറയുന്നത് ഇതുപോലൊരു സ്റ്റഡി പ്ലാൻ അവർ ഫോളോ ചെയ്ത് പഠിച്ച് റെഡി ആകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിനോടൊപ്പം നിങ്ങൾ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ലൈവ് റിവിഷനുകൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഓരോ ടോപ്പിക്കുകളും നമ്മൾ ഇതുപോലെ അന്നത്തെ ടോപ്പിക്ക് തരും, നമ്മൾ ലൈവായിട്ട് വരും, നിങ്ങളോട് നമ്മൾ ലൈവായിട്ട് ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് ആൻസറുകൾ പറയാം, അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ക്ലിയർ ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കും. ഇതിന് നിങ്ങൾ തയ്യാറായിരിക്കണം. ലൈവ് റിവിഷൻസ് നമ്മൾ കുറച്ച് പോർഷൻസ് മുന്നിലോട്ട് പോയാൽ ആരംഭിക്കുന്നതായിരിക്കും. ഇനി 3 മാസം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ വീക്ക്ലി ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് 4 ആഴ്ച കഴിയുമ്പോൾ ഒരു മാസമായി അല്ലേ. ഇതിനവസാനം നമ്മൾ ഒരു 25 ചോദ്യങ്ങളായിരിക്കില്ല, ഒരു 50ഓളം ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാകുന്ന ഒരു മന്ത് എൻഡ് മാസ്റ്ററിംഗ് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, വെക്കുന്നതായിരിക്കും. അപ്പോൾ 3 മാസം എന്ന് പറയുമ്പോൾ ഒരു 1/3 പോർഷൻ നമ്മൾ ആദ്യ മാസത്തിൽ ഫിനിഷ് ചെയ്യണമെന്നാണ് എൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ ഇത്രയും പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഒന്നിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ PSCയുടെ മോഡലുള്ള ടെസ്റ്റ് ആയിരിക്കും നമ്മൾ മന്ത് എൻഡിൽ തരിക. ഇതെന്ത് ചെയ്യും, ഈ നടത്തിയ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി നിങ്ങൾക്ക് ഒരു റിവിഷൻ നടത്തുന്ന എഫക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, തരുന്നതായിരിക്കുമെന്നും കൂട്ടുകാർ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ, കൃത്യമാണല്ലോ കാര്യങ്ങൾ. ഈ രീതിയിലായിരിക്കും നമ്മുടെ സ്റ്റഡി പ്ലാൻ മുന്നോട്ടേക്ക് പോകുന്നുണ്ടാവുക. ഓരോ ഭാഗങ്ങളും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കവർ ചെയ്യുക. ഇനി സൺഡേ ഡിസ്കഷൻ വീഡിയോ സൺഡേ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. എല്ലാവർക്കും ഇത് ഓപ്പൺ ആണ്. ഇറ്റ് ഈസ് അൺലൈക്ക് ദ ടെസ്റ്റ്, ഇത് എല്ലാവർക്കും ഓപ്പൺ ആണ്. എല്ലാവർക്കും ഈ ടെസ്റ്റ് കാണാം. ഈ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഓരോ ചോദ്യങ്ങളും കാണാം. നമ്മളുടെ ഡിസ്കഷൻ ജസ്റ്റ് ഉത്തരം പറഞ്ഞ പോലല്ല, ഓപ്ഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്ന ഒരു ഡിസ്കഷൻ വീഡിയോ ആയിരിക്കും ഇത്. 25 ചോദ്യങ്ങളുടെ ഈ ഡിസ്കഷൻ നിങ്ങൾക്ക് ഇതിൽ ലഭ്യമാകും. ഇറ്റ് ഈസ് ഓപ്പൺ ടു എവരിബഡി എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ടെസ്റ്റിൻ്റെ കാര്യം മാത്രമാണ് ആപ്പ് വഴിക്ക് കയറിയിട്ട് നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത്, ആസ് എ ടെസ്റ്റ് എഴുതാൻ പറ്റുന്നത് എന്ന കാര്യവും പ്രത്യേകം പറയുകയാണ്. ആദ്യത്തെ 2 ആഴ്ച ഫസ്റ്റ് 2 വീക്സ് നമ്മളിത് എല്ലാവർക്കും ഓപ്പൺ ആക്കിയിട്ട് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വെക്കുന്നുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ പിന്നിൽ നമ്മളുടെ എഫേർട്ട് എത്രത്തോളമാണ്, എത്ര ഒരു എന്താ പറയുക പ്രശ്നം പോലും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഈ ടെസ്റ്റുകൾ തയ്യാറാക്കുന്നത് എന്ന് നിങ്ങൾക്ക് 2 ആഴ്ച ഇത് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാം, സാറ്റർഡേ ടെസ്റ്റ് ഉൾപ്പെടെ എല്ലാവർക്കും എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. ഈ ഒരു കാര്യം മാത്രമേ അല്ലെങ്കിൽ മാറുന്നുള്ളൂ. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് 2 ആഴ്ച നോക്കാം, പഠിക്കാം, നമ്മളുടെ ഒപ്പം ടെസ്റ്റുകൾ എടുക്കാം, മുഴുവനായിട്ട് ഡിസ്കഷൻ വീഡിയോ കാണാം. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം ഇവാലുവേറ്റ് ചെയ്യാം ഞങ്ങൾ ഈ തരുന്ന ഈ ഒരു സ്റ്റഡി പ്ലാൻ എത്രത്തോളം എഫിഷ്യൻ്റ് ആണ്, എത്രത്തോളം എഫക്റ്റീവാണ് എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അതിനുശേഷം നമ്മൾ സൺഡേ ദിവസം വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യും, വി വിൽ പ്രൊവൈഡ് യു വിത്ത് ദ നെക്സ്റ്റ് വീക്സ് പ്ലാൻ. വീക്ക് 2 ഏതൊക്കെയാണ് കാര്യങ്ങൾ വരിക, 13-ാം തീയതി മുതൽ 19-ാം തീയതി വരെ ആയിരിക്കും അടുത്ത ആഴ്ച. നോക്കുമെന്ന് 2 വീക്കിലെ പ്ലാൻ കഴിഞ്ഞപ്പോഴേക്കും ഒരു മാസത്തിൻ്റെ പകുതിയിൽ കൂടുതലായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, 3 മാസം തീരും. 3 മാസം നിങ്ങൾ ഡൗട്ട്ഫുള്ളായിട്ടിരിക്കണോ അതോ സ്റ്റഡി പ്ലാനോടൊപ്പം ചേർന്ന് എത്രത്തോളം നമുക്ക് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം എഫിഷ്യൻ്റായിട്ട് എഫക്റ്റീവായി പഠിച്ച് അവസാനിപ്പിച്ച് നമ്മൾ റിവിഷന് തയ്യാറാവണം. അപ്പോഴും അത് കഴിഞ്ഞുകൊണ്ട് എക്സാം അല്ല, നമുക്ക് റിവിഷൻ്റെ സമയം കൂടി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഭാഗം മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അക്കാഡമിക്സിനോടൊപ്പം ചേരുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയാം, പ്രിലിമിനറിയുടെ സമയമാകുമ്പോഴേക്കും യു പീപ്പിൾ വിൽ ബി മാസ്റ്റേഴ്സ് ഓഫ് ഓൾ ദീസ് ടോപ്പിക്സ്. ചില ടോപ്പിക്കുകൾ ടഫായിരിക്കാം, ചില ടോപ്പിക്കുകൾ കുറച്ചധികം ലോഡ് വരുമായിരിക്കാം, ചില ദിവസങ്ങൾ എന്തായിരിക്കില്ല, എഫക്റ്റീവായിട്ട് പോയില്ലായിരിക്കും. അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ചില ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ചില ദിവസങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, അടുത്ത ഒരു ആഴ്ച ഈ 2 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ ബുധനാഴ്ച നമ്മളൊരു ബ്ലാങ്ക് ഡേ ആയിട്ട് ചിലപ്പോൾ നമ്മൾ വിടും. സോ ദാറ്റ് ഇതിന് മുമ്പ് ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ദിവസം നിങ്ങൾക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം, ആ ഭാഗങ്ങൾ പഠിച്ച് തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പോകുന്തോറും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു പ്ലാൻ തന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിൽ കാണാം. ഗ്രൂപ്പിൽ നമ്മൾ ആദ്യത്തെ ആഴ്ചയുടെ സ്റ്റഡി പ്ലാൻ ഇന്ന് വൈകുന്നേരം ഇടുന്നതായിരിക്കും. സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് 2025 സ്റ്റഡി പ്ലാനിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹാർദമായിട്ടുള്ള സ്വാഗതം.